പ്രിയമുള്ളവരെ, സബലമി യാത്രയിലെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ചെറിയ യാത്ര പോവുകയാണ്. ഇപ്പം ഞാൻ നിൽക്കുന്നത് പോർച്ചുഗലിലെ മൗണ്ട് അബ്രാം എന്ന് പറയുന്ന സ്ഥലത്താണ്. നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് നമുക്കിന്ന് യാത്രയൊക്കെ ചെയ്യാനായിട്ട് വളരെ നല്ല ദിവസമാണ്. മൗണ്ട് അബ്രാം എന്ന് പറയുന്ന ഈ സ്ഥലത്തെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇപ്പോൾ തന്നെ വരുന്ന അടുത്ത ട്രെയിനിന് കയറുന്നു, ഈ സ്ഥലത്തേക്ക് പോകുന്നു. നമുക്ക് എല്ലാവർക്കും അതിൻ്റെ കാഴ്ചയിലേക്ക് പോകാം. നല്ല വെയിലുണ്ട്. നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ അങ്ങോട്ടേക്ക് പോവാണ്. പാസ് ഉപയോഗിച്ച് അകത്തേക്ക് പ്രവേശിക്കുകയാണ്. ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെയല്ല, ഇവിടെ കമ്പ്യൂട്ടറിൽ നമുക്ക് ട്രെയിനിൻ്റെ സമയം അറിയാൻ പറ്റും. ഒന്ന് മെല്ലെ താഴേക്ക് പോവുകയാണ്. ഇപ്പോൾ 4ാമത്തെ പ്ലാറ്റ്ഫോമിൽ നിൽക്കുകയാണ്. ട്രെയിൻ വരാനായിട്ട് ഇനിയും 10 മിനിറ്റ് കൂടെ സമയമുണ്ട്. അപ്പോൾ ട്രെയിനിൽ വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒന്നിച്ച് നമുക്ക് ഈ കാഴ്ചയിലേക്ക് പോകാം. ഒരു ട്രെയിൻ വരുന്ന ഭാഗമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇതെല്ലാം തന്നെ ഇലക്ട്രിക് ട്രെയിനുകളാണ്. പരിസര കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണുന്നത്. പോകേണ്ട ട്രെയിൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ട്രെയിനിനാണ് പോകേണ്ടത്. ട്രെയിൻ വരുന്ന ഭാഗമാണ് കാണുന്നത്. ട്രെയിനിലേക്ക് കയറാനായിട്ട് പോവാണ്. ഉള്ളിൽ കയറി ഞാൻ ഇനി ഇരിക്കുന്നില്ല, വീഡിയോ എടുക്കാൻ വേണ്ടി സൈഡിലേക്ക് നിന്നതാണ്. പോർച്ചുഗലിൻ്റെ ചില ഭാഗങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ കേരളമാണെന്ന് നമുക്ക് തോന്നും. വളരെ നല്ല കാണാൻ വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് പോർച്ചുഗൽ. ചെറിയ ചെറിയ കുന്നും മലകളൊക്കെ ഉണ്ട്. ടൗണിൻ്റെ അടിഭാഗത്തൂടെയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അധികം താമസിക്കാതെ നമ്മൾ ഈ സ്റ്റോപ്പിൽ ഇറങ്ങുകയും, ഇത് അവസാന സ്റ്റോപ്പാണ്, ഈ സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് നമ്മൾ പറഞ്ഞ സ്ഥലത്തേക്കുള്ള യാത്ര തുടരുന്നതാണ്. ഈ ഡോർ എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് ഈ ഒരു ആംഗിളിൽ പുഷ് ചെയ്ത് കഴിയുമ്പോൾ, ട്രെയിൻ നിന്ന് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി തന്നെ ഈ ഡോറ് തുറക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇപ്പോൾ ട്രെയിൻ നിൽക്കുന്നേ ഉള്ളൂ, നിന്ന് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആവും. ചെറുതായിട്ട് താഴേക്ക് പുഷ് ചെയ്യുമ്പോൾ ഓപ്പൺ ആവും. ഇപ്പോൾ ഡോറ് ഓപ്പൺ ആയിരിക്കുകയാണ്. ഞാൻ ട്രെയിന് വെളിയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. പുറത്തേക്ക് ഇറങ്ങുന്ന ഭാഗമാണ്. ഇവിടെ നമ്മൾ പാസ് സ്വൈപ്പ് ചെയ്താൽ മാത്രമേ നമുക്ക് പുറത്തേക്ക് പോകാൻ പറ്റുകയുള്ളൂ. സ്വൈപ്പ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി എക്സലേറ്റർ വഴി താഴേക്ക് പോയിട്ട് വീണ്ടും ഒരു ചെറിയ എക്സലേറ്ററൂടെ കയറിയതിന് മാത്രമേ നമുക്ക് താഴെ എത്താനായിട്ട് പറ്റുകയുള്ളൂ. 2ാമത്തെ എക്സലേറ്ററിൽ കയറിയിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഭാഗത്തെ കാഴ്ചകൾ നമുക്കൊന്ന് കാണാം. ടൂറിസ്റ്റുകളായിട്ടുള്ള ആളുകൾ കൂടുതൽ വരുന്ന ഒരു സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ ഞാൻ വന്നിറങ്ങിയ റെയിൽവേ സ്റ്റേഷൻ ഇത് വളരെ പുരാതനമായ ഒരു റെയിൽവേ സ്റ്റേഷനാണ്.
ഇത് സ്ട്രീറ്റിൻ്റെ കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. എനിക്കിതിലെ മുന്നോട്ടാണ് പോകേണ്ടത്. തണുപ്പ് വളരെ കുറവാണെന്ന്. ഞാനും ഇതിലെ കൂടി നടന്ന് ഈ ടൗണിൻ്റെ ഭാഗത്തു കൂടി മുന്നോട്ട് പോവുകയാണ്. ഹോട്ടലുകളാണ് കൂടുതലും ഉള്ളത്. ഹോട്ടലുകൾ നമുക്ക് കാണാം. ഇതൊരു സ്ക്വയറാണ്. റോസിയോയിൽ പ്രധാനപ്പെട്ട ഫങ്ഷനുകളൊക്കെ നടക്കുമ്പോൾ ഇവിടെ വെച്ചിട്ടായിരിക്കും നടക്കുക. സ്ക്വയറിന് ചുറ്റും ഒരുപാട് ബിൽഡിങ്ങുകളുണ്ട്. വളരെ മനോഹരമായ കാഴ്ച. സ്ക്വയറിൻ്റെ ഉള്ളിലൂടെ നടന്ന് മുന്നോട്ട് പോവുകയാണ്. ഒരു 200-300 മീറ്ററൂടെ നടന്നു പോകേണ്ടതായിട്ടുണ്ട്. നിങ്ങളും വരിക. അപ്പോൾ ഈ ടൗണിൻ്റെ ഭാഗമായി കാണുന്ന വഴിയോര കാഴ്ചയിലൊക്കെ കണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. സ്ക്വയറിൻ്റെ ചുറ്റുപാടുമുള്ള കാഴ്ചകളാണ്. സ്ക്വയറിൻ്റെ സെൻട്രൽ ഭാഗത്തെത്തിയപ്പോൾ ഞാൻ എടുത്തതാണ്. ഈ ഭാഗത്തു നിന്നുമാണ് ഞാൻ വന്നത്. ഞാൻ ട്രെയിൻ ഇറങ്ങി കുറച്ച് സ്ക്വയറിങ് കഴിഞ്ഞു മുന്നോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഹോട്ടലുകൾ മാത്രമുള്ള ഒരു ഏരിയയിലൂടെയാണ് ഇനി കടന്നു പോകുന്നത്. ഷോപ്പിംഗ് മാളുകളൊക്കെ ഉണ്ട്. സെൻറ്ററിൽ ഇങ്ങനെ 2 സൈഡിലും ബിൽഡിങ്, അതിൻ്റെ സെൻറ്ററിൽ ഹോട്ടലുകൾ, അങ്ങനെയാണ്. ചെറിയ ചെറിയ ഷോപ്പിംഗ് മാളുകളൊക്കെ കാണാം. വളരെ തിരക്കുള്ള ഒരു പ്രദേശത്തൂടെയാണ് ഞാൻ നടന്നു പോകുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പലതരത്തിലുള്ള ഹോട്ടലുകളും അതുപോലെ ഷോപ്പിംഗ് മാളുകളും തുണിക്കടകളും, അങ്ങനെ ഏറ്റവും തിരക്കേറിയ ടൂറിസ്റ്റുകൾ ഏറ്റവും കൂടുതൽ റോസിയോയിലൂടെ കടന്നു വരുന്ന ഒരു ബിൽഡിങ്ങുകളുടെ ഇടയിലുള്ള ഒരുപാട് ഹോട്ടലുകളുടെ ഒരു സ്ട്രീറ്റിലൂടെ ഞാനിപ്പോൾ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് മുന്നോട്ട്. എൻ്റെ ഇന്നത്തെ യാത്ര നമ്മുടെ അന്തോണീസ് പുണ്യാളൻ്റെ പള്ളിയിലേക്കുള്ള ഒരു യാത്രയാണ്. പലപ്പോഴായിട്ട് നമ്മൾ അന്തോണീസ് പുണ്യാളൻ്റെ പള്ളിയിലെ വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ട്. കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ വളരെ മുന്നോട്ട് പോവുകയാണ്. അന്തോണീസ് പുണ്യാളൻ്റെ പള്ളിയിലേക്ക് ഇനി ഇവിടുന്ന് ഏകദേശം ഒരു 100 മീറ്റർ അകലം മാത്രമേ ഉള്ളൂ. കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ ഒരു ചെറിയ കയറ്റമുണ്ട്. ആ ഭാഗങ്ങളെല്ലാം വളരെ നമുക്ക് കടന്നു പോകാനെല്ലാം വളരെ കൺജസ്റ്റഡ് ആണ്. കാരണം പുതിയതായിട്ട് റോഡുകളൊന്നും വലിപ്പം കൂട്ടാൻ സാധിക്കാത്തത് കൊണ്ട് ആളുകളെല്ലാം ഇങ്ങനെ ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നൊരു പ്രദേശമാണ് അന്തോണീസ് പുണ്യാളൻ ജനിച്ചു വളർന്ന ആ ഒരു പ്രദേശം. അവിടെ മനോഹരമായൊരു ദേവാലയമുണ്ട്. പോകുന്ന വഴിക്ക് തന്നെ വേറെയും ദേവാലയങ്ങളുണ്ട്. മുൻപിൽ കാണുന്നത് ഒരു ട്രാമ്പ് നിർത്തിയിട്ടിരിക്കുന്ന ഭാഗമാണ് നമുക്ക് കാണുന്നത്. ഇതൊരു സ്റ്റോപ്പാണ്. അത് ഈ ട്രാമ്പിൽ കയറുകയാണെങ്കിൽ നമുക്ക് ഇവിടെയുള്ള ലോക്കലായിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങൾ കാണാം. എൻ്റെ തൊട്ട് മുൻപിലൊരു പള്ളിയുണ്ട്. അത് മാതാവിൻ്റെ ഹൃദയത്തിലുള്ള ഒരു പള്ളിയാണ്. ഈ സമയങ്ങളിൽ പള്ളി തുറന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ അന്തോണീസ് പുണ്യാളൻ്റെ പള്ളിയിലേക്ക് പോകാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പം ഞാൻ ഈ പോകുന്ന വഴിയിൽ കാണുന്ന എല്ലാ ഭാഗങ്ങളും വീഡിയോയിൽ മാക്സിമം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപാട് ടൂറിസ്റ്റുകളായിട്ടുള്ള ആളുകൾ പോയിട്ട് തിരിച്ചു വരുന്നവരും പോകുന്നവരും ഒക്കെ ഉണ്ട്. കുറഞ്ഞ ദിവസങ്ങളൊക്കെ സ്റ്റേ ചെയ്തുകൊണ്ട് ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് മുന്നോട്ട് പോകുന്നവരുണ്ട്. കാറുകളും പലതരത്തിലുള്ള വാഹനങ്ങൾ കടന്നു വരുന്ന ഒരു വഴിയാണ്. മുഴുവൻ ഭാഗങ്ങളും വേണമെങ്കിൽ ട്രാമ്പിന് കയറി വരാമായിരുന്നു, അല്ലെങ്കിൽ മറ്റേ വാഹനത്തിൽ വരാമായിരുന്നു. പക്ഷെ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നതാണ്. വന്നപ്പോൾ കണ്ട കാഴ്ചകളൊക്കെ ഞാനങ്ങനെ പകർത്തി നല്ല മുന്നോട്ട് പോവുകയാണ്. ഇന്ന് എന്തൊക്കെ എനിക്ക് അവിടെ കാണാൻ പറ്റുമോ അതെല്ലാം വളരെ സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ മുഴുവൻ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ഒരു ശ്രമം നടത്തുകയാണ്. ഏറ്റവും മുൻപിൽ കാണുന്നതാണ് അന്തോണീസ് പുണ്യാളൻ്റെ നാമധേയത്തിലുള്ള പള്ളി. ആ പള്ളിയോട് ചേർന്ന് തന്നെ ഒരു ട്രാമ്പ് നിർത്തിയിട്ടുണ്ട്. ഞാൻ പണ്ട് വീഡിയോ എടുത്തപ്പം പകർത്താത്തൊരു ഭാഗം ഇവിടുന്ന് എടുക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇപ്പം നമ്മൾ അന്തോണീസ് പുണ്യാളൻ
ഒരു രൂപം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ രൂപത്തിന് മുകളിൽ ആളുകൾ, ഇപ്പോഴാരും ഞാൻ കണ്ടില്ല, ആളുകൾ ഈ രൂപത്തിന് മുൻപിൽ ചെറിയ കോയിനുകൾ ഇട്ടിട്ട് ഈ രൂപത്തിലേക്ക് എറിയും മുകളിലേക്ക്. അത് ഇവിടുത്തെ ഒരു ആചാരരീതിയാണ്. ഞാൻ കുവൈറ്റിലായിരിക്കുന്ന സമയത്ത് കുവൈറ്റിലെ പള്ളിയിൽ ഞാൻ പോകുമ്പോൾ കണ്ടിട്ടുണ്ട്, മാതാവിൻ്റെ രൂപത്തിന് മുൻപിൽ താഴുകൾ ലോക്ക് ചെയ്യുക, തുണി കെട്ടിയിട്ടിട്ട് പോവുക, അങ്ങനെയൊക്കെ. പല രാജ്യത്തു നിന്നുള്ള ആളുകളാണല്ലോ കുവൈറ്റിലൊക്കെ ജോലി ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെ വന്നപ്പോൾ ഞാൻ നാട്ടിലൊന്നും കണ്ടിട്ടില്ലാത്ത ഒരാചാരമാണ് ഞാൻ കണ്ടത്. ഇവിടെ വരുന്ന ആളുകൾ ചെറിയ കോയിനുകൾ എടുത്തിട്ട് ഈ രൂപത്തിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ എറിയുന്നത് കണ്ടിട്ടുണ്ട്. അതിൻ്റെ ആചാരം എന്താണെന്ന് എനിക്കറിയില്ല. പള്ളിയുടെ ഉള്ളിൽ കുർബാനയൊക്കെ നടക്കുന്ന സമയമാണ്. അങ്ങനെയാണെങ്കിൽ ഞാനൊന്നും സംസാരിക്കുകയില്ല. നമുക്ക് പള്ളിയുടെ ഉള്ളിലൊന്ന് കയറിയിട്ട് അന്നൊരു സുന്നാനൻ ജനിച്ചിട്ടുള്ള ആ സ്ഥലത്തെ കാഴ്ചകളും കൂടി കണ്ട് നമുക്ക് തിരിച്ചിറങ്ങി വരാം. നമുക്കെല്ലാവർക്കും ഒന്നിച്ച് പള്ളിയിലേക്ക് പോകാം. നമ്മുടെ എല്ലാ നിയോഗങ്ങളും സമർപ്പിക്കാം. അന്നൊരു സുന്നാനോട് മാധ്യസ്ഥം പ്രാർത്ഥിക്കുന്ന ഒരുപാട് ടെസ്റ്റ് മണികളൊക്കെ എനിക്ക് കേൾക്കാൻ ഇടയായിട്ടുണ്ട്. അപ്പോൾ നമുക്കെല്ലാവർക്കും ഒന്നിച്ച് അന്നൊരു സുന്നാൻ്റെ പള്ളിയിലെ കാഴ്ചകളിലേക്ക് പോകാം. ഇത് പള്ളിയുടെ ഫ്രണ്ട് ഭാഗമാണ് കേട്ടോ. ഞാൻ പള്ളിയുടെ ഉള്ളിലേക്ക് കയറുകയാണ്. ചിലപ്പോൾ ആൾക്കാരും ഇല്ലെങ്കിൽ ഞാനത് പറയാം. വളരെ സൈലൻ്റായിട്ട് ആണ് പള്ളിയുടെ ഉള്ളിലേക്ക് പോകുന്നത്. You need one candle. Yeah, you can take it. Yeah. You see the statue outside? Yeah, I know. Thank you, brother. ഞാൻ ഇവിടുന്ന് ഒരു തിരി വാങ്ങിയിട്ട് കത്തിക്കാനായിട്ട് പോവാണ്. ഞാനേ പള്ളിയുടെ അവിടുന്ന് ഒരു തിരി വാങ്ങിച്ചു. അപ്പോൾ ആ തിരി കത്തിച്ചിട്ട് പള്ളിയുടെ അകത്തേക്ക് പോകാമെന്ന് ഞാൻ വിചാരിക്കുന്നത്. പള്ളിയുടെ അകത്ത് നമുക്ക് തിരി കത്തിക്കാനായിട്ട് പറ്റത്തില്ല. സ്റ്റെപ്പ് ഇറങ്ങി ഞാൻ താഴോട്ട് ഇറങ്ങുവാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളോട് സംസാരിക്കാൻ ഇടയ്ക്ക് താഴോട്ട് നോക്കുന്നത് അതുകൊണ്ടാണ്. തിരി കത്തിക്കാം. തിരി കത്തിച്ചു. അപ്പോൾ ഇവിടെ വച്ച് എല്ലാവർക്കും വേണ്ടി ഞാനും പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർക്കും എല്ലാവർക്കും വേണ്ടി ഈ തിരി കത്തിച്ചുകൊണ്ട് ഇവിടെ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. അന്നൊരു സുന്നാളിൻ്റെ മാധ്യസ്ഥത്താൽ പ്രാർത്ഥിച്ച് ഒരുപാട് കാര്യങ്ങൾ പലരുടെ ജീവിതത്തിൽ നടന്നതായിട്ട് കേട്ടിട്ടുണ്ട്. അപ്പോൾ വിശ്വാസമുള്ളവർക്ക് ഇപ്പോൾ ഈ നമുക്കൊരു ചെറിയ പ്രാർത്ഥന, നിങ്ങൾക്ക് എന്തെങ്കിലും നിയോഗമൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഈ രൂപത്തിൻ്റെ മുൻപിൽ ഇവിടെ എല്ലാവരും കത്തിക്കുന്നതാണ്. ഞാൻ തിരി അവിടേക്ക് വെച്ചിട്ട് പോവുകയാണ്. അപ്പോൾ Agora vemos as irmãs Clarissa, tem os membros sofrem, como em São Paulo, todos os outros membros sofrem, todos os outros membros sofrem. Aliás, na hora de ceia, de facto isso, não é? Os dias em que suportaram dolorosos combates. പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി കുർബാന നടക്കുകയാണ്. അപ്പോൾ പള്ളിയുടെ സൈഡിൽ കൂടെ ഉള്ളൊരു വഴിയുണ്ട്. ആ വഴിയെ ഉള്ളിലേക്ക് പോയിട്ടാണ് അണ്ടർഗ്രൗണ്ടിലുള്ള അന്നൊരു സുന്നാനൻ ജനിച്ചു വളർന്നിട്ടുള്ള സ്ഥലത്തേക്ക് പോകുന്നത്. വളരെ ഒച്ച കുറച്ചാണ് ഇവിടുന്ന് സംസാരിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ആ കാഴ്ചകളിലേക്ക് പോകാം. ഇപ്പോൾ ചെറിയ ഭക്തവസ്തുക്കളൊക്കെ വിൽക്കുന്നൊരു ചെറിയ ഭാഗമുണ്ട് കയറുന്നിടത്ത് തന്നെ. ഇപ്പോൾ ഇവിടെ നിന്ന് മുന്നേക്ക് പോവുകയാണ്. ഇവിടെ ചെറിയ പള്ളി പോലെയുണ്ട്. ഇവിടെ ഒരുപാട് വിശുദ്ധരുടെ രൂപങ്ങളൊക്കെ ഇരിപ്പുണ്ട്. ഇവിടെ നമുക്ക് പ്രാർത്ഥന സഹായങ്ങളൊക്കെ എഴുതി വയ്ക്കാവുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയർ റിക്വസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ അന്നൊരു സുന്നാൻ്റെ ലിസ്ബണിലുള്ള ഓസ്ട്രിയയിലുള്ള ഈ പള്ളിയിൽ വരുമ്പോൾ ഈ ബുക്കിൽ എഴുതി വയ്ക്കാവുന്നതാണ്. ഇവിടുന്നാണ് ഞാൻ വന്നത്. അപ്പോൾ നമ്മളിവിടുന്ന് വളരെ സാവധാനം ഈ ഡോർ വഴിയാണ് ഇനി താഴേക്ക് ഇറങ്ങുന്നത്. ഇനി ആൾക്കാരും ഇല്ലെങ്കിൽ നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. ആരൊക്കെ താഴേന്ന് കയറി വരുന്നുണ്ടെങ്കിൽ അവർ വന്നതിന് ശേഷം മാത്രമേ എനിക്ക് താഴോട്ട് പോകാൻ പറ്റുള്ളൂ. കാരണം ഇത് വളരെ ഈ സ്റ്റെപ്പുകൾ കൊടുത്തിട്ടുണ്ട്. ഈ സ്റ്റെപ്പ് വഴിയാണ് താഴേക്ക് പോകേണ്ടത്. വെച്ചിട്ടുണ്ട്. സാധാരണഗതിയിൽ നമുക്കിവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ സംസാരിക്കാനായിട്ട് പറ്റിക്കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് സംസാരിക്കുകയാണ്. ഇവിടെയാണ് അന്തോണിയോസ് ജനിച്ച സ്ഥലം. ഇതാണ് അത്. ഇവിടെയായിരുന്നു അവരുടെ വീടിരുന്ന സ്ഥലമുള്ളത്.
അപ്പോൾ ഇത് ഗ്രില്ലിട്ട് അടച്ചിരിക്കുകയാണ്. മാർപ്പാപ്പമാരൊക്കെ വന്ന് പ്രാർത്ഥിച്ചിട്ടുള്ള സ്ഥലമാണ്. പാപ്പമാരൊക്കെ വന്ന് മുട്ടുകുത്തി പ്രാർത്ഥിച്ചിട്ടുള്ള സ്ഥലമാണിത്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് വന്നിട്ടുള്ള മാർപ്പാപ്പമാരുടെ പേരും വിവരങ്ങളൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. കുറച്ച് നാൾ മുമ്പ് വരെയൊക്കെ നമുക്ക് ഇതിലെ കയറി പോകാൻ മുകളിലോട്ട്, പക്ഷേ ഇതിലുള്ള എൻട്രൻസ് അവരിപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. സ്പേസ് മാത്രമേ ഉള്ളൂ. ഇവിടെ നിന്നാണ് ഞാൻ ഇറങ്ങി വന്നത്. ഇവിടെ ഒരാൾക്ക് നമുക്ക് കയറി പോകാൻ പറ്റുള്ളൂ. ഈ ഒരു ചെറിയ ഇവിടെ താഴെ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഈ ഒരു മാർപ്പാപ്പ ഒക്കെ മുട്ടുകുത്തി ഇവിടെ വരുന്നവർക്ക് മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ പറ്റുന്നൊരു സ്ഥലമാണ്. അതിനാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഇവിടെ വിസിറ്റ് ചെയ്തവരുടെ പേരുകളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്, പ്രധാനപ്പെട്ട ആളുകളുടെ. നേരെ മുകളിലോട്ട് പോവുകയാണ്. മുകളിലേക്ക് കയറുന്ന ഭാഗമാണ് ഇപ്പോൾ കാണുന്നത്. ഇവിടുന്നാണ് വന്നത്. ഇതിലെ പുറത്തേക്കുള്ള വഴിയാണിത്. മുന്നിൽ കാണുന്നതാണ് ഭക്തവസ്തുക്കളൊക്കെ വയ്ക്കുന്ന സ്ഥലം. Nós, infelizmente, não temos educações, deixamos de pensar. Mas é como está ali quando vem, já vem a Lisboa, passa pelos triângulos, agora a semana, não vem lá e volta ao nosso dinheiro, അന്തോണിസുണ്യാളുടെ പള്ളിയുടെ മുൻപിൽ നിന്നും ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.